അങ്ങ് ചോദിച്ചു, ഈ ഉള്ളവനങ്ങ് ചോദിച്ചു, ഇങ്ങനെ ഈ കൃത്രിമം കാണിച്ച് കള്ളം പറയുന്ന ഈ ഒരു സംസ്കാരം, ഈ ഒരു സമ്പ്രദായം നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് പഠിച്ചതാന്നൊരു ചോദ്യം ഉണ്ടെന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ഈ കാപട്യം, നിങ്ങളുടെ ഈ കുബുദ്ധി, നിങ്ങളുടെ ഈ അട്ടിമറി എന്റെ ചോദ്യത്തിൽ നിന്ന് കുതറി മാറിയിട്ട് മറ്റൊരു ചോദ്യമാക്കി മാറ്റുന്ന ഈ തട്ടിപ്പ്, ഈ കുബുദ്ധി നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് നേടിയതാ? എവിടുത്തെ സംസ്കാരമാ? ഇതെവിടുത്തെ സംസ്കാരമാ? ഇതേത് കോളേജിൽ നിന്ന് പഠിച്ച സംസ്കാരമാ? നിങ്ങൾക്കിത് എവിടുന്നാ ഈ സംസ്കാരം കിട്ടിയത് എന്ന് ഈ ഉള്ളവനെന്ന് വളരെ വിനയത്തോടുകൂടെ ചോദിച്ചിരുന്നു. അതിനും പേരോട് മുസ്ലിയാർക്കും മറുപടിയുണ്ട്. എവിടുന്നാ കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു, കേട്ടോളൂ. ഇത് എവിടുന്നാ പഠിച്ചത് ഈ സംസ്കാരവും? അത് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെയാ മർക്കസു സഖാഫത്തി സുന്നിയ. ഇത് എവിടുന്നാ പഠിച്ചത് ഈ സംസ്കാരവും? അത് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെയാ മർക്കസു സഖാഫത്തി സുന്നിയ. ഇപ്പൊ എവിടുന്നാ പഠിച്ചത്? അത് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെയാണ് മർക്കസു സഖാഫത്തു സുന്നിയ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാലേ മർക്കസു സഖാഫത്തു സുന്നിയയുടെ സംസ്കാരം നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ. ഈ മർക്കസിന്റെ സംസ്കാരം എന്താണ്, എന്തൊക്കെയാണ് ഈ മർക്കസിന്റെ സംസ്കാരം എന്ന് ഇനി ഞങ്ങൾക്കിതൊന്നും പറയാതെ നിവൃത്തില്ല. ഈ അട്ടിമറിയും തോന്നിവാസവും കബളിപ്പിക്കലൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? ഏത് കോളേജിന്റെ പഠിച്ചതാ എന്ന ചോദ്യത്തിനാ നിങ്ങൾ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞത് അത് പഠിച്ചത് മർക്കസ് സഖാഫത്തു സുന്നിയ അവിടുന്നാണ്. എന്നാ പിന്നെ മർക്കസിന്റെ കുറച്ചും കൂടി നിലവാരവും സംസ്കാരമൊക്കെ നിങ്ങളോടൊന്ന് കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന നിങ്ങളുടെ സംസ്കാരം എന്താ? നിങ്ങളുടെ ഒരു സംസ്കാരത്തിന്റെ സാമ്പിൾ കേട്ടോ. മർക്കസിലേക്ക് ഒരു വിദ്യാർത്ഥി കയറി വരികയാണ്. ഒരു വിദ്യാർത്ഥി മർക്കസിലേക്ക് കയറി വന്നപ്പോ ആ വിദ്യാർത്ഥിയോട് പെരുമാറിയ ഒരു പെരുമാറ്റം അതെന്താ കേട്ടോളൂ. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളാ കയറി വരുന്നത്, ഇയാളുടെ അപ്പുറത്തുള്ള വിഭാഗമാണെന്നാ പറയപ്പെടുന്നത്. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. ഇബ്രാഹിമിനെ മർക്കസിന് പിന്നിലെ ഇരുട്ടുള്ള ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് കൊണ്ടുപോയി. സത്യധാരയിൽ നിന്ന് അപ്പുറത്തെ സമസ്തക്കാരെഴുതിയതാ ഞാൻ വായിക്കുന്നത്. അപ്പുറത്തെ സമസ്തക്കാരെഴുതിയതാ വായിക്കുന്നത്. ഇബ്രാഹിമിനെ മർക്കസിന് പിന്നിലുള്ള ഇരുട്ടുള്ള ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് കൊണ്ടുപോയി. മങ്ങിയ വെളിച്ചത്തിൽ അവിടെ ഇരുമ്പ് വടികളും കയ്യിൽ പിടിച്ചായിരുന്നു ആ അത്തരത്തിലുള്ള അന്വേഷികളുടെ നിലനിൽപ്പ്. ഇരുമ്പ് വളകളും കയ്യിലുണ്ടായിരുന്നു. 4 പേര് മാറി മാറി ഇബ്രാഹിമിനെ മർദ്ദിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഒരാൾ മുടിയിൽ പിടിച്ച് വയറ്റിന് ആഞ്ഞു ചവിട്ടി. അപ്പോഴേക്കും ഇബ്രാഹിം കുഴഞ്ഞു വീണു. പിന്നെ തുടരെ തുടരെ ചവിട്ടും ഇടിയും. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെയുള്ള കൊടും പീഡനം. അപ്പോഴേക്കും മഗ്രിബിന്റെ വാങ്ക് മുഴങ്ങി. ഇബ്രാഹിം നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചു. കനത്ത സുരക്ഷാ വലയം തീർത്ത് അവര് പള്ളിയിൽ കൊണ്ടുപോയി. നിസ്കരിച്ച് പുറത്തിറങ്ങിയ പാടെ ഓരോരുത്തര് വന്ന് പരിഹസിക്കാൻ തുടങ്ങി. തലപ്പാവും തൊപ്പിയുമുള്ള കുട്ടി സഖാഫികൾ കടുത്ത അശ്ലീല വാക്കുകളാണ് ഉപയോഗിച്ചത്. കുട്ടി സഖാഫികളുടെ സംസ്കാരം കേട്ടില്ലേ? മുജാഹിദ് മൗലവി അല്ല കേട്ടോ എഴുതുന്നത്. ഇനിയും കേട്ടോ കേട്ടോ എന്താ സംഭവിച്ചത്? വീണ്ടും മർക്കസിലെ ലോക്കപ്പ് മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയി. ലോക്കപ്പ് മുറിയിൽ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഒരാൾ വന്ന് ഇരുമ്പ് വള കയ്യിൽ പിടിച്ച് വയറിനും നെഞ്ചിലും ഇടിക്കാൻ തുടങ്ങി. വേദനയുടെ കാഠിന്യം കൊണ്ട് ഇബ്രാഹിം അറിയാതെ കാഷ്ടിച്ചു പോയി. അതും തീർന്നില്ല. അതൊന്നും മർദ്ദകര് അത്ര പറഞ്ഞതായി ഭാവിച്ചില്ല. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോ നീ ചാരനാണടാ എന്ന ആക്രോശമായിരുന്നു മറുപടി. മാത്രമല്ല, കാഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ? ദീർഘനേരത്തെ പീഡന പരമ്പരകൾക്ക് ശേഷം അവനോട് കാഷ്ടം മുഴുവൻ കോരി വൃത്തിയാക്കാൻ പറഞ്ഞു. ശരീരമാസകലം നീച്ചലും വേദനയും ഉണ്ടെങ്കിലും വേച്ച് വേച്ച് നടന്ന് എല്ലാം വൃത്തിയാക്കി. രാത്രി 10 മണിയായപ്പോഴേക്കും ഇബ്രാഹിമിനെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ അവന്റെ പോക്കറ്റിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുത്തു. പെട്ടെന്ന് സ്ഥലം വിടാൻ പറഞ്ഞു. അങ്ങനെ അയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് SK-കാരുടെ നേതാവ് അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ സന്ദർശനത്തിന് പോയ ഫോട്ടോയടക്കം ഇതാ
കാരന്തൂർ മർക്കസിലെ 3-ാം മുറ എന്ന ആ തലക്കെട്ടോടുകൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ സംസ്കാരം ഒന്ന് അറിയട്ടെ. മാത്രമല്ല ഇതേ കാര്യം തന്നെ അതാ സുന്നി അഫ്കാറിലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? അതൊക്കെ അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ സമൂഹത്തിൽ എന്തൊക്കെയാ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിനെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ലെന്ന് ഞങ്ങളല്ല നിങ്ങളുടെ പേരിൽ പറയുന്നത്. അതാ നിങ്ങളുടെ കൂടെ തന്നെ ദീർഘകാലം ജീവിച്ചിട്ടുള്ള ഒരു സഖാഫി പറയട്ടെ, അള്ളാന്റെ ഖുർആനിനോട് മുസ്ലിം ഉമ്മത്തിന് എത്ര ആദരവാണ് സമൂഹമേ. അള്ളാന്റെ ഖുർആൻ, ആ ഖുർആൻ എഴുതിയിട്ടുള്ളവരേടിനോട് പോലും എത്ര വലിയ ആദരവാണ് നമ്മൾ കാണിക്കേണ്ടത്. അതേ അവസരത്തിൽ ഇവര് ഖുർആനിനോട് ചെയ്തത് എന്താണെന്ന് സഖാഫി തന്നെ വിശദീകരിക്കട്ടെ, അറിയട്ടെ ഈ സമുദായം നിങ്ങളുടെ സംസ്കാരം. കവരത്തി എന്ന് പറയുന്ന ദ്വീപിൽ, ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപിൽ, അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? അവിടെ അവർക്ക് ഒരു വിഘടിത സ്ഥാപനം ഉണ്ടാക്കിയപ്പോ സ്വാഭാവികമായിട്ട് വാർപ്പിന്റെ പണി നടക്കുമ്പോ അവിടെ വാർപ്പിന് ചോർച്ച വരാതിരിക്കാൻ കടലാസ് കൊണ്ട് ചെറിയൊരു ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. അതിനു വേണ്ടി കടലാസ് തെറ്റു വെക്കുന്നതിന് വേണ്ടി അവർ തെരഞ്ഞെടുത്ത എന്താ അറിയോ? പരിശുദ്ധമായ ഖുർആന. അകത്തി പരിശുദ്ധമായ ഖുർആൻ വലിച്ചു ചീന്തിയിട്ട് ഇത് റസ്മുൽ ഉസ്മാൻ അല്ല, ഇത് ഈക്കക്കാരുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് അത് ചീന്തിയിട്ടാണ് പിന്നെ ഇവർ ഈ വാർപ്പിന്റെ തൂണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ പലകന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓട്ട തൂർത്ത് വെക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ വലിച്ചു കീറിയിട്ട് ഇത് ഈക്കക്കാരെ വരസിലടിപ്പിച്ച റസ്മുൽ ഉസ്മാനിയാണ്, ഇത് നമ്മളെ ഖുർആനല്ല എന്ന് പറഞ്ഞ് കീറിയിട്ട് വാർപ്പിന്റെ അടിയിൽ കടലാസ് കഷ്ണം തിരികെ കയറ്റാണ് എന്ന്. നിങ്ങളൊന്ന് നോക്കൂ, ഇത് സഖാഫിയാ പറഞ്ഞത്. വല്ല തെറ്റു ആ പറഞ്ഞതിലുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്ക്. നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ പറയിപ്പിച്ചതാ. നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം പറയും, റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയും, അള്ള ഇറക്കിയ ഖുർആനിനോടും അവഹേളനം കാണിക്കുമല്ലേ? നിങ്ങളുടെ സംസ്കാരം ഒന്ന് അറിയട്ടെ. നിങ്ങളെ മർക്കസിൽ നിന്ന് കിട്ടുന്ന സംസ്കാരല്ലേ ജനങ്ങൾ അറിയട്ടെ. ഇനി കേട്ടോളൂ ഒരു കുപ്പിച്ചില്ല് കഥ പറയുന്നത്. മർക്കസിലെ ഒരു ഗുണ്ടാ പ്രവർത്തനം മോഡൽ ഒരാള് വലിയ അഭിമാനം പറയുന്നതൊന്ന് കേട്ടോളൂ, അറിയട്ടെ സഖാഫിമാരുടെ സംസ്കാരം. നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്, നാട്ടിൽ പല നിരപരാധികളും തമ്മിൽ തല്ലുന്നത് എങ്ങനെയാണെന്ന്, പലപ്പോഴും ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഇരുവിഭാഗങ്ങൾ ഒരു തെറ്റും ഇല്ലെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തമ്മിലടിച്ച് ചോര ചിന്തുന്നത് എങ്ങനെയാണെന്ന്, അതിനൊക്കെ പലപ്പോഴും കാരണക്കാരനാകുന്നത് ആരൊക്കെയാണെന്ന് സമൂഹമെന്നറിയട്ടെ. കേൾപ്പിക്കൂ ആ സംസ്കാരവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയൊന്നുമല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500-ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചു. എൻ്റെ ഒപ്പം ഒരു 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കണ ധാരണന്ന് നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പി കൊണ്ട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നേരെത്തിയാണ്ട് തച്ചു. കണ്ടില്ലേ പെങ്ങള്, മൂപ്പര് ചെയ്തൊരു കാര്യം, വലിയ ഒരു പുണ്യകർമ്മം ചെയ്തത് വിളിച്ചു പറയാ. എന്ത്? 1 മണിക്ക് രാത്രി ഇറങ്ങുമ്പോ അരിഷ്ടക്കുപ്പി ഉണ്ടായിരുന്നു. 1 മണിക്ക് അരിയിൽ എന്താ അരിഷ്ടക്കുപ്പിയാന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അരിഷ്ടക്കുപ്പി അരി തിരികിയിട്ട് മൂപ്പര് നടന്നു. ഇങ്ങനെ നടക്കുമ്പോ മൂപ്പര് 50 എണ്ണം, മൂപ്പർക്ക് വളരെ കൃത്യാട്ടോ, ആ രാത്രി ആയിട്ട് പോലും 50 തെറ്റിയിട്ടില്ല, വളരെ കറക്റ്റാണോണ. 50 ആളെ ഒന്നിച്ചത് മുജാഹിദൊന്നല്ലോ, അപ്പുറത്തെ വിഭാഗ ഈക്കക്കാരെ പറ്റി കൈകാര്യം ചെയ്തതായി പറയണതേ. നിങ്ങൾ മനസ്സിലാക്കണം.
എന്നിട്ട് മൂപ്പരാണ് തിരിഞ്ഞു നിന്നിട്ട് ഈ കുപ്പിയോണ്ട് ഒരൊറ്റ ഏറ. സാധുക്കൾ വിചാരിച്ചത് ആസിഡ് ബൾബാന്നാണ്, ചെറിച്ചെറിച്ചേനാണ് പൊട്ടീന്ന്. ആണ്ട് പാഞ്ഞൊരു പാച്ചില്. എന്നിട്ട് ഈ വിദ്വാൻ എന്താ ചെയ്തത്? അതാപകടം. അതാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത്. രാത്രിയുടെ മറവിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ കാപാലിക വർഗം എന്താ ഇയാൾ ചെയ്തത്? അപ്പുറത്താണ് മൂപ്പര്. പിന്നെ മുന്നോട്ടാണ് പോയോക്കുമ്പോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടി കെട്ടിട്ട് പാതിരക്ക്. അവരോട് പറഞ്ഞ്, നിങ്ങൾ ആ കോളേജിന്റെ അവിടെ കെട്ടിയ സർവ്വ കൊടിയുണ്ട് ഒരു കൂട്ടർ വലിച്ചു ചെയ്യുന്നതിന് വേം പൈക്കോളിന്ന്. ഈ ആൾക്കാർ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച്, കാരണം തരീക്കെട്ടുള്ള മൂലയിലുള്ള ഈ പാതിര 1 മണിക്ക് ഇയാൾ അരിഷ്ടക്കുപ്പിയുള്ള ഒന്നും എനിക്കറിയില്ലല്ലോ, ഓടി. പിന്നാലെ ഓടിച്ചെന്ന് നോക്കുമ്പോണ്ട് ഈ പറയപ്പെട്ട ആളുകളെ നിരത്തിയാണ്ട് അടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സാധുക്കൾ എന്ത് പഴച്ചു. ഈ കൊടി കെട്ടുന്ന സാധുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രിയുടെ ഇരുളിന്റെ മറവിൽ പരസ്പരം സമൂഹത്തിലെ ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര ചിന്തിക്കുന്ന ഈ ഘട്ടാള സംസ്കാരമാണോ സഖാഫി സംസ്കാരം? നാണക്കേടാണ് കേട്ടോ. ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ? ഇത്ര വൃത്തികെട്ട സംസ്കാരം, തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം, ഈ സംസ്കാരം, ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം?